പ്രിയമുള്ളവരെ നമസ്കാരം. മണ്ഡല പുനർനിർണയം അതുപോലെ തന്നെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാർ ഒരു ബില്ല് പാസ്സാക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോലാഹലങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒരു വിഷയത്തെക്കുറിച്ചും നാളിതുവരെ ഒന്നും പഠിക്കാത്ത ഒരു വലിയ വിഭാഗം സോഷ്യൽ മീഡിയ വഴി ഇതിൻ്റെ തെറ്റിദ്ധാരണകൾ ജനങ്ങളിലേക്ക് ഇങ്ങനെ പടർത്തിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആദ്യം ചിന്തിക്കുന്നത് സ്ത്രീ സംവരണത്തിൻ്റെ ഭാഗമായിട്ട് 30% സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനമന്ത്രി ഒരു തീരുമാനമെടുത്താൽ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ സ്ത്രീ സംരക്ഷകർ അല്ലെങ്കിൽ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്നവർ അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ഈ വലിയൊരു വിഭാഗം, പുരോഗമന ചിന്താഗതിയുള്ള വലിയൊരു വിഭാഗമൊക്കെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി അവരെ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരെ ഈക്വലാക്കിക്കൊണ്ട് ഭാവിയിൽ സ്ത്രീകളാൽ നയിക്കപ്പെടുന്ന ഒരു രാജ്യം കൂടി സൃഷ്ടിക്കണമെന്ന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഭരണഘടന ഭേദഗതി ബില്ലിനെ എന്തടിസ്ഥാനത്തിലായിരിക്കും ഈ പുരോഗമനം പറയുന്ന ആൾക്കാർ എതിർക്കുന്നത്? നോക്കൂ, ഈ രാജ്യത്ത് നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും മികച്ച തീരുമാനത്തിൻ്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കളായ നിങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പുതിയ തീരുമാനത്തെ എതിർക്കുന്നത്. മറ്റൊന്നുമല്ല, 2016 നോട്ട് നിരോധനം വരുന്ന സമയത്ത് ഈ രാജ്യത്ത് നോട്ട് നിരോധനത്തിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് നിങ്ങൾക്കറിയാം. ക്യൂവിൽ നിന്ന് കുഴഞ്ഞു വീഴുന്നു എന്ന് പറയുന്ന കാരണങ്ങൾ വരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ആ ഒരു തീരുമാനത്തിനെതിരെ എന്തു വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. എന്നാൽ ആ നോട്ട് നിരോധനത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് ഇന്ന് ഫേസ്ബുക്ക് വഴിയും യൂട്യൂബ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ. ഇത്രയേറെ ഡേറ്റ ഈ രാജ്യത്ത് ഫ്രീ ആയി ഉപയോഗിക്കാൻ അവസരം ലഭിക്കുന്നത് 2016 നോട്ട് നിരോധനത്തിനു ശേഷം ജിയോ കൊണ്ടുവന്നൊരു വിപ്ലവം. അതിനു മുൻപ് 2015 മുൻപ് വരെ 248 രൂപ 1 GB ഡേറ്റ ചാർജ് ചെയ്യാൻ, അതും 3G ആണെന്ന് ആലോചിക്കണം. 3Gക്ക് വേണ്ടിയിട്ട് 1 GB ഡേറ്റയ്ക്ക് വേണ്ടി 248 രൂപയാണ് നമ്മളതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം വിപ്ലവകരമായ ഒരു ചേഞ്ച് നമ്മൾ ഡിജിറ്റൽ രംഗത്തേക്ക് മാറി. ഇന്ന് ഇപ്പം അന്ന് ക്യൂ നിന്നു എന്ന് പറഞ്ഞാൽ ആരും ഇന്ന് ക്യൂ നിൽക്കാറില്ല. ഇന്ന് ബാങ്കുകളിൽ ക്യൂ ഇല്ല, ഇലക്ട്രിസിറ്റി ഓഫീസുകളിൽ ക്യൂ ഇല്ല, പല സ്ഥലങ്ങളിലും ക്യൂ ഇല്ല, കടകളിൽ ക്യൂ ഇല്ല. അങ്ങനെ ഈ രാജ്യത്തെ ക്യൂ തന്നെ ഇല്ലാതാക്കി ഒരു ദിവസത്തെയോ 2 ദിവസത്തെയോ ക്യൂവിന് ശേഷം. അപ്പോൾ പല തീരുമാനങ്ങളും മോദി സർക്കാർ എടുക്കുന്നത് കൃത്യമായ ദീർഘവീക്ഷണത്തോടു കൂടിയാണെന്ന് ഞാൻ ഇതിനു മുൻപും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഡീലിമിറ്റേഷൻ എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തവർ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ ദയവ് ചെയ്ത് മാറ്റിവെക്കുക. അതായത് നമ്മുടെ രാജ്യത്ത് ലോക്സഭയും നിയമസഭയും ഒക്കെ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, അവിടെ ജനങ്ങളുടെ ശബ്ദം ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെന്ന് പറയുന്നത് ഏകദേശം 10 മുതൽ 12 ലക്ഷം വരുന്ന ജനപ്രതിനിധികൾക്കാണ് ഒരു ലോക്സഭാ മെമ്പർ ഉള്ളത്. അതുപോലെ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം വരെ വരുന്ന വോട്ടേഴ്സിനാണ് ഒരു നിയമസഭാ മെമ്പർ നമ്മളിവിടെ ഉള്ളത്. അതേസമയം പശ്ചിമ ബംഗാളിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ തന്നെ 20 മുതൽ 25 ലക്ഷം വരുന്ന അംഗങ്ങൾക്കായിരിക്കും ഒരു ലോക്സഭാ മെമ്പർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിയമസഭയിലും അതനുസരിച്ചിട്ട് വലിയ വ്യത്യാസമുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്ത് ഇതിനു മുൻപ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതി എന്ന് പറയുന്നത് സെൻസസിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു മണ്ഡല പുനരേകീകരണം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് ഓരോ തവണത്തെ സെൻസസ് കഴിയുമ്പോഴും ജനസംഖ്യ ആനുപാതികമായിട്ട് ലോക്സഭ പുനർനിർണ്ണയിക്കും, നിയമസഭ പുനർനിർണ്ണയിക്കും. പക്ഷേ ഇത് പിന്നീട് ജനസംഖ്യാ നിയന്ത്രണം പല സംസ്ഥാനങ്ങളും കൊണ്ടുവന്നതിന് ശേഷം ഈ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് സ്വാഭാവികമായും അവരുടെ ജനസംഖ്യ കുറയുകയും അതുകൊണ്ട് തന്നെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോക്സഭയും നിയമസഭയും പുനർനിർണ്ണയം ചെയ്യുന്നത് ആനുപാതികമായി ശരിയല്ല എന്നൊരു പ്രശ്നം വന്നപ്പോൾ 1971 വരെയുള്ള സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യ നമ്മളവിടെ ആ സെൻസസ് നമ്മൾ ഫ്രീസ് ചെയ്തതിന് ശേഷം ആ നിയമം നമ്മളൊന്ന് ഫ്രീസ് ചെയ്തു. അങ്ങനെ പല ഘട്ടങ്ങളിലും ഈ മണ്ഡല പുനരേകീകരണം വന്ന സമയത്ത് ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ച് തുടർന്ന് പോവുകയായിരുന്നു. 84-ാം ഭേദഗതി നമ്മളിത് നടപ്പിലാക്കുന്ന സമയത്ത് 2026 വരെയുള്ള, അതായത് ഇനിയിപ്പോൾ അടുത്ത സെൻസസ് നടന്നു കഴിഞ്ഞതിൻ്റെ റിപ്പോർട്ട് ഏകദേശം 2027 വരും. അപ്പോൾ 2026 വരെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഫ്രീസ് ചെയ്തതിന് ശേഷം 2026 ശേഷം വരുന്ന സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനരേകീകരണം നടത്തണമെന്നുള്ള തീരുമാനമെടുക്കുന്നത് വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് 84-ാം ഭേദഗതി ഭരണഘടനാ ഭേദഗതി ചെയ്തുകൊണ്ടാണ്. ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നത് അന്ന് കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശേഷിയില്ലാതിരുന്നുകൊണ്ട് തന്നെ ഇരു കൂട്ടരും, അതായത് പാർലമെൻറ്റിലെ ഭരണപക്ഷ പ്രതിപക്ഷ കക്ഷികൾ ചർച്ച നടത്തി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ഈ ഒരു തീരുമാനമെടുത്തത്. 2026 വരെയുള്ള കാര്യങ്ങളെ ഫ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷം 2027 ശേഷമുള്ള കാര്യം ചെയ്യുക എന്നുള്ള കാര്യം. ഇനി നിങ്ങൾ ആലോചിക്കണം, അതായത് ഇവരിപ്പോൾ പറയുകയാണ് ഇനി നമുക്ക് ലോക്സഭയിലെ എണ്ണം കൂട്ടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതുവരെയുള്ള ലോക്സഭയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വനിതാ സംവരണം നടപ്പിലാക്കാൻ പറ്റാത്തത്? നോക്കൂ, ഇപ്പം നിലവിൽ 20 ലോക്സഭാ മണ്ഡലമാണ് നമ്മുടെ കേരളത്തിലുള്ളത്.
ഈ 20 ലോക്സഭാ മണ്ഡലത്തിൽ 30% വനിതാ സംവരണം നടപ്പിലാക്കി കഴിഞ്ഞാൽ 14 പുരുഷന്മാരും 6 സ്ത്രീകളും എന്ന നിലയിലേക്ക് വരും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തത് എന്ന ചോദ്യത്തെക്കാട്ടുപരി എന്തുകൊണ്ടാണ് കോൺഗ്രസ് നാളിതുവരെ നടപ്പിലാക്കാത്തത്? ഈ രാജ്യം ഇത്രയും കാലം ഭരിച്ച 1950 മുതൽ 2014 വരെ ഭരിച്ച കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വനിതാ സംവരണം ഈ രാജ്യത്ത് കൊണ്ടുവരാഞ്ഞത്? അല്ലെങ്കിൽ എന്നാണ് നമ്മൾ SC/ST സംവരണം ഈ രാജ്യത്ത് കൊണ്ടുവന്നത്? അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഇത്തവണ മണ്ഡല പുനരേകീകരണവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി സർക്കാർ ഒരു വിപ്ലവകരമായ തീരുമാനമെടുക്കുകയാണ്. രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരിക, നാരീശക്തിയുടെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ടാണ് ഈ ഒരു തീരുമാനം വരുന്നത്. അപ്പോൾ ഇതിനെ പ്രത്യക്ഷത്തിൽ സ്ത്രീകൾ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ അധികാര സ്ഥാനത്തേക്ക് വരുന്ന ഒരു ബില്ലിനെ കോൺഗ്രസ് എതിർക്കാൻ വേണ്ടി മുന്നോട്ട് വയ്ക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്ന തന്ത്രപരമായിട്ടുള്ള ഒരു പ്ലാനാണ്. ഇത് BJPക്ക് അധികാരത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണെന്ന്. കാരണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് BJPക്ക് സ്വാധീനമുള്ളതെന്നും അവിടെ BJP ജയിച്ചു വരും, അതേപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം കുറയുമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ്. ശുദ്ധ കള്ളത്തരവും ശുദ്ധ തട്ടിപ്പും ഈ ബില്ലിനെക്കുറിച്ച് ABCD അറിഞ്ഞുകൂടാതെ സംസാരിക്കുന്ന വിഡ്ഢികളുടെ പ്രചരിപ്പിച്ചു വിടൽ മാത്രമാണിതെന്ന് ആലോചിക്കണം. സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് ഇത് പൂർണ്ണാർത്ഥത്തിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷം പറയുന്നതിനകത്ത് അർത്ഥമുണ്ടായേനെ. കാരണം കേരളത്തിലെ ജനസംഖ്യ, മധ്യപ്രദേശിലെ ജനസംഖ്യ, ഉത്തർപ്രദേശിലെ ജനസംഖ്യ, പശ്ചിമ ബംഗാളിലെ ജനസംഖ്യയുടെയൊക്കെ ആനുപാതികമായിട്ട് ഈ ബില്ല് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ സീറ്റിൻ്റെ എണ്ണം കുറയും. തമിഴ്നാട്ടിൽ എണ്ണം കൂടുതലുണ്ടായിട്ട് തമിഴ്നാട്ടിൽ ചിലപ്പോൾ 1-2 സീറ്റുകളുടെ വർധനവുണ്ടാവും. അപ്പോൾ ഇത് അങ്ങനെയല്ല നരേന്ദ്രമോദി ചെയ്തത്. പകരം സീറ്റിൻ്റെ എണ്ണം കുറയാത്ത രീതിയിൽ, ഒരു കാരണവശാലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റുകളുടെ എണ്ണം കുറയാത്ത രീതിയിൽ, അതേസമയം തന്നെ ഇപ്പോൾ നിലവിൽ സഭയിലുള്ള ഒരു ആനുപാതികമായ ഒരു റേഷ്യോ ഉണ്ട്. അതായത് 543 ലോക്സഭാ MPമാരുള്ളപ്പോൾ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 20 പേരാണെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ എണ്ണം അടിസ്ഥാനത്തിൽ ആനുപാതികമായ ശതമാനക്കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ 23.0% നിലവിലുള്ളത്. ആ ശതമാനക്കണക്കിൽ അതിൻ്റെ റേഷ്യോയിൽ യാതൊരു മാറ്റവും വരാത്ത രീതിയിൽ ഒരു പുനരേകീകരണം നടത്താത്തതിൻ്റെ ഭാഗമായിട്ട് ജനസംഖ്യാടിസ്ഥാനത്തിൽ നടത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നലകളിൽ പാസ്സാക്കിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിക്കഴിഞ്ഞാൽ കേരളത്തിനുൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എണ്ണം കുറയും. അതിന് പ്രശ്നം വരാത്ത രീതിയിൽ, ഒരു സംസ്ഥാനത്തിനെ ബാധിക്കാത്ത രീതിയിൽ പകരം 50% സീറ്റുകൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും വർദ്ധിപ്പിച്ചുകൊണ്ട്, അതായത് 20 സീറ്റ് എന്നുള്ളത് 30 സീറ്റാക്കി വർദ്ധിപ്പിച്ചുകൊണ്ട്, തമിഴ്നാട്ടിലെ 39 സീറ്റുകളെ 57 വർദ്ധിപ്പിച്ചുകൊണ്ട്, കർണാടകത്തിലെ സീറ്റുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട്, ആന്ധ്രാപ്രദേശിൽ 25 സീറ്റുകളെ 38 വർദ്ധിപ്പിച്ചുകൊണ്ട്, അങ്ങനെ കൃത്യമായി ആനുപാതികമായി ഇത് വർദ്ധിക്കുമ്പോൾ 815 ലോക്സഭാ സീറ്റിന് ആനുപാതികമായി കൃത്യ സീറ്റുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ലഭിക്കും. അതായത് നിലവിൽ 543 സീറ്റുകളുള്ള സമയത്ത് നമുക്കിവിടെ ഉള്ളപ്പോൾ എൻ്റെ കണക്ക് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല, എന്നാലും ഇപ്പോൾ 20 തമിഴ്നാട്, 20 കേരളം, 39 തമിഴ്നാട്, ആന്ധ്രയിൽ പഴയ 43, അപ്പം കർണാടകത്തിൽ 22, എല്ലാം കൂടെ ചേർത്ത് ഇത് എത്രയാണോ ആനുപാതികമായ റേഷ്യോ അതേപടി ഇത് നിലനിൽക്കും. ഇനി ഉത്തരേന്ത്യയിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ തവണ തന്നെ നരേന്ദ്രമോദി പോലും ഇടയ്ക്കൊരു സമയത്ത് പിന്നിലായിരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതായത് ഇവർ പറയുന്ന ഉത്തരേന്ത്യയിലെ സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ അവിടെ BJP മാത്രം ജയിക്കുമെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അവിടെ BJP മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് അവിടെ യാതൊരു ശക്തിയുമില്ല എന്ന് കോൺഗ്രസ് പറയുന്നത് പോലെയാണ്. അതേസമയം തിരിച്ച് നിങ്ങൾ എടുത്തു നോക്കൂ, തമിഴ്നാട്ടിലെ 59 സീറ്റുകൾ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാലും തമിഴ്നാട്ടിൽ എത്ര സീറ്റ് BJPക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്? അതുപോലെ തന്നെ കേരളത്തിലെ 20 മുതൽ 30 വരെ സീറ്റ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിൽ കേരളത്തിൽ എത്ര സീറ്റിൽ ജയിക്കാൻ കഴിയും? ആന്ധ്രാപ്രദേശിൽ എത്ര സീറ്റിൽ ജയിക്കാൻ കഴിയും? കർണാടകത്തിൽ മാത്രമാണ് പിന്നെ ഒരു നേരിയ സാധ്യതയുള്ളത്. അപ്പോൾ ഉത്തർപ്രദേശിലെ സീറ്റുകളിൽ ജയിക്കാനുള്ള സാധ്യത കോൺഗ്രസിനും BJPക്കും ഈക്വലാണ്. അവിടെ BJP സംഘടനാപരമായിട്ട് കുറച്ചുകൂടെ ശക്തി ആർജിച്ചും ജനത്തിനെ വിശ്വാസത്തിലെടുത്തും പോകുന്നുണ്ട്, അവർ ജയിക്കുന്നു. അപ്പോൾ ഇത് വെറുതെ ആവശ്യമില്ലാതെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന ഒരു വ്യാജ പ്രചരണം മാത്രമാണ്. അതേസമയം ഈ ഒരു ബില്ല് പാസ്സാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണമെന്താണ്? എല്ലാ കാലത്തും എടുത്തൊരു തീരുമാനം പിന്നീട് ഗുണകരമായി മാറുന്നത് പോലെ തന്നെ നമ്മുടെ വരും തലമുറയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് അധികാര കേന്ദ്രത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കൂടുതൽ സാധ്യത തെരഞ്ഞെടുപ്പിൽ ലഭിക്കും, മത്സര രംഗത്ത് ലഭിക്കും, അധികാരത്തിലെത്താൻ ലഭിക്കും. ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ, ദീപ്തി മേരി വർഗീസ് എന്ന് പറയുന്ന നമ്മുടെ കൊച്ചിയിൽ മേയറാകാൻ വേണ്ടിയിരുന്ന ദീപ്തി മേരി വർഗീസിനെ സീറ്റ് കൊടുക്കാതെ കോൺഗ്രസ് തള്ളിക്കളഞ്ഞാൽ ഈ സംവരണ ബില്ല് വന്നാൽ ദീപ്തി മേരി വർഗീസിനെ മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടാവും. അതുപോലെ ഇതിൻ്റെ മറ്റവർ പേടിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലങ്ങളും ഇനി അങ്ങോട്ട് ആർക്കും അവരുടേതാക്കി മാറ്റിക്കൊണ്ട് നടക്കാൻ പറ്റില്ല. കാരണം സംവരണം വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നറുക്കെടുപ്പിലായിരിക്കും ചിലപ്പോൾ ഒരു സീറ്റ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ മത്സരിച്ച് തൃക്കാക്കര, സപ്പോസ് ഇവിടെ ഞാനാണ് ജയിക്കുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ എനിക്ക് ഇത് തുടരാൻ പറ്റത്തില്ല. കാര്യം അടുത്ത പ്രാവശ്യത്തെ നറുക്കെടുപ്പിൽ തൃക്കാക്കര സീറ്റ്
വനിതകൾക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ സ്വാഭാവികമായി മാറിക്കൊടുക്കേണ്ടി വരും. അങ്ങനെ ഇന്നലകളിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അപ്രമാദിത്വത്തോടുകൂടി കൊണ്ടു നടന്നിരുന്ന മണ്ഡലങ്ങൾ ഇപ്പോൾ ധർമ്മടത്ത് പിണറായി വിജയൻ മത്സരിച്ചാൽ ധർമ്മടത്ത് ഒരു പക്ഷേ വനിതാ സംവരണത മാറിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഭയപ്പെടുന്ന കോൺഗ്രസ് നാളിതുവരെ ഈ നാട്ടിൽ നല്ലതിൻ്റെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ജാതി മത മറ്റ് കാര്യങ്ങളെ കുത്തിനിറച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ച കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും മറ്റൊരു രീതി മാത്രമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് വിടുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ്. ഞാൻ അവരെ ആരെയും വിളിക്കാറില്ല, പക്ഷേ 4 പേരെ കണ്ടന്റ് എത്തിക്കാൻ ശേഷിയുള്ള ഇത്തരക്കാർ ഈ വിഡ്ഢിത്തരങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ എന്താണെന്ന് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ലോക്സഭയിൽ നടക്കുന്ന ചർച്ചകൾ നിങ്ങൾ കാണണം, വാദപ്രതിവാദങ്ങൾക്ക് കൊടുക്കുന്ന കൃത്യമായ മറുപടികൾ നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ പരിഹരിക്കണം. അങ്ങനെ നമ്മുടെ നാട് മുന്നോട്ട് പോകാൻ കാരണമായിട്ടുള്ള തീരുമാനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് പോകാനുള്ള ശേഷി നിങ്ങൾ ആർജിച്ചെടുക്കണം. ഇപ്പോൾ 2016 നോട്ട് നിരോധനത്തെ എതിർത്തിരുന്നെങ്കിൽ ഈ രാജ്യം ഇത്രയേറെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് വരില്ലായിരുന്നു. കാര്യം ഈ രാജ്യത്ത് നിന്ന് നോട്ടുകൾ മാറിയപ്പോൾ കൊണ്ടാണ് നോട്ടുകളില്ലാത്ത ഒരു സിസ്റ്റത്തെ നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഇന്ന് നിങ്ങളെല്ലാവരും ഈ സോഷ്യൽ മീഡിയ വഴി വരുമാനം മേടിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇവിടെ വിപ്ലവകരമായി നടപ്പിലാക്കിയ നോട്ട് നിരോധനമായിരുന്നു. പിന്നീട് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്രയെല്ലാം ആക്ഷേപം എതിർത്തിട്ടുണ്ട്. നോക്കൂ, ഈ രാജ്യത്തെ ഒരു മുസൽമാനും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല, ഇനിയൊട്ട് വരത്തതുമില്ല. അതുപോലെ തന്നെ 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കിയപ്പോൾ ഏതെല്ലാം രീതി നിങ്ങൾ എതിർത്തു. ഏറ്റവും മികച്ച തീരുമാനങ്ങളിലൊന്നായിട്ട് പിൽക്കാലത്ത് അത് മാറി. അതുപോലെ തന്നെ കാശ്മീരിൻ്റെ 370 പദവി അവിടെ എടുത്തു കളഞ്ഞ സമയത്ത് നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. യഥാർത്ഥത്തിൽ ഇന്ന് കാശ്മീർ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിട്ട് മാറുകയും കാശ്മീരിലെ തന്നെ ജനത സമാധാനവും സന്തോഷപൂർണ്ണമായ ജീവിതം നയിക്കുകയും തീവ്രവാദം കാശ്മീരിൽ നിന്ന് ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സർക്കാർ എടുത്ത ഇത്തരം തീരുമാനങ്ങൾ കൊണ്ടാണ്. അതുപോലെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വികസനങ്ങൾ നോക്കുന്നു. ഓരോ തീരുമാനങ്ങൾ കോൺഗ്രസ് കൊണ്ടുവരുന്ന സമയത്തും കോൺഗ്രസ്സിന് ഇത് നടപ്പിലാക്കാൻ എടുക്കുന്ന കാലതാമസം, ഇത് പ്രതിപക്ഷത്തിനെ ഭയന്ന് കോൺഗ്രസ് ഇത് ഫ്രീസ് ചെയ്ത് വെക്കുന്ന രീതി, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കോൺഗ്രസ് ഈ രാജ്യത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറയുമ്പോഴും ഇതെല്ലാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളായിരുന്നു എന്ന് ഞാൻ പറയൂ. അതായത് വളരെ ലളിതമായി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്ന്, ഇപ്പോൾ 2 പേർ ഒരു വാഴ നടുകയാണെന്ന് വെച്ചോളൂ. ഇപ്പം നരേന്ദ്രമോദി ഒരു വാഴ നടുന്നു, രാഹുൽ ഗാന്ധി ഒരു വാഴ നടുന്നു. രാഹുൽ ഗാന്ധി ചെയ്യുന്നത് മണ്ണ് ഇളക്കത്തില്ല, നേരെ പോയിട്ട് വാഴയുടെ കന്നുകൊണ്ട് കുഴിക്കാതിറക്കി വയ്ക്കും, വളം ചെയ്യത്തില്ല, അവിടെ വെള്ളം ഒഴിക്കത്തില്ല. സ്വാഭാവികമായും പക്ഷേ വാഴ എന്ത് ചെയ്യും? വാഴ കിളിച്ച് വരും. വാഴ കിളിച്ച് വന്നിട്ട് ഒരു 8-ാം മാസത്തിൽ അല്ലെങ്കിൽ 6-ാം മാസത്തിൽ കുലയ്ക്കേണ്ട വാഴ ഒരു 8-ാം മാസത്തിൽ കുലയ്ക്കും. അതിലൊരു 4 പടല കൊലയും ഉണ്ടാകും. നരേന്ദ്രമോദി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ വാഴക്കന്ന് അവിടെ വെക്കുന്നതിന് മുൻപ് എനിക്ക് ഈ മണ്ണിൽ ഈ വാഴക്കന്ന് ഏറ്റവും ഫലപ്രദമായി വരണമെങ്കിൽ മണ്ണ് കൃത്യമായി ഇളക്കി കൊടുക്കണം, മണ്ണിൽ വായു സഞ്ചാരം ഉണ്ടാവണമെന്ന് തിരിച്ചറിയുന്ന നരേന്ദ്രമോദി മണ്ണിളക്കാൻ തുടങ്ങും. അപ്പോൾ അപ്പുറത്ത് കിടന്ന രാഹുൽ ഗാന്ധി നിലവിളിക്കുക, അയ്യോ മണ്ണിനെ തൊടുന്നേ, മണ്ണിനെ ശല്യം ചെയ്യുന്നേ, മണ്ണിളക്കി ഭൂമിയെ നശിപ്പിക്കുന്നത് പറയാം. അപ്പം നരേന്ദ്രമോദി പറയും, എൻ്റെ പൊന്നു സുഹൃത്തെ, മണ്ണിളക്കി വായു സഞ്ചാരം ഉണ്ടാക്കിയിട്ട് വേണം ഒരു കന്ന് നടാൻ. അതുപോലെ തന്നെ ആ കന്ന് ഫലപ്രദമായി മാറണമെങ്കിൽ അതിൽ വിഷരഹിതമായ, അതിനകത്ത് മറ്റ് കീടാണുക്കൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഉപയോഗിക്കേണ്ട മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഈ കന്ന് നടുന്നു. കന്ന് നട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത ചെയ്യേണ്ട പ്രോസസ്സ്, അടുത്ത ആഴ്ച മുതൽ അതിനെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതിന് ആദ്യം വേണ്ട വളങ്ങളിടുന്നു. 3 ആഴ്ച കഴിഞ്ഞ് ഇല വന്ന് തുടങ്ങുന്ന സമയത്ത് അതിന് വേണ്ട ആദ്യത്തെ വളം ചെയ്യുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും വളങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് തണ്ടുതുരപ്പൻ പുഴു പോലുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഈ വാഴ 6-ാം മാസം കൊലച്ചു തുടങ്ങുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 3-4 പടല കൊലയാണെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദി ഒരുപക്ഷെ 10-15 പടല കൊലയുള്ള ഒരു ഫലം അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നു. കാര്യം കൃത്യമായി കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഏറ്റവും മികച്ച ഒരു ഫലം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതേസമയം ഏറ്റവും മികച്ച ഒരു ഫലം ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ ഇപ്പുറത്ത് രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയും, നോക്കൂ ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ വാഴ വെച്ചില്ലേ, ഞങ്ങൾ ഇത്രയും കാലം ഇവിടെ വാഴ നട്ടത് നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് കൊല തന്നില്ലേ, തേമ്പി ഒട്ടിയ 3 പടലയുള്ള ഒരു കൊലയാണ് നിങ്ങൾ തന്നത് എന്ന് കഴിച്ച ജനതയ്ക്ക് പോലും തിരിച്ചറിയാൻ ശേഷിയില്ല. അതാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള വ്യത്യാസം. എന്തൊരു കാര്യം ചെയ്താലും അത് ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ യാതൊരു ബോധവും വിവരവും ഇല്ലാത്ത ഒരു പറ്റം ആൾക്കാർ ഇന്ത്യയെ ഒരു 20-25 വർഷം പിന്നിലേക്കടിച്ചു. പക്ഷേ സ്വാഭാവികമായും ഒരു രാജ്യം വളരുന്ന സമയത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ അതിൻ്റെ നേരിയ പാതയിൽ പലതും സംഭവിച്ചിട്ടുമുണ്ട്. ഇത് വളരെ വേഗത്തിൽ സംഭവിക്കുന്നുണ്ട്, കൃത്യമായി സംഭവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യുന്ന ഒരു നടപടി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാഴ്ചപ്പാടുകളും ഇതിൻ്റെ പ്രയോജനങ്ങളും വരും തലമുറയ്ക്ക് ഉണ്ടാകുന്ന രീതിയിലാണ് ഈ സിസ്റ്റത്തെ നമ്മൾ രൂപപ്പെടുത്തി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് വിവരക്കേട് പറഞ്ഞ് പ്രചരിപ്പിക്കാതെ രാജ്യത്തിന് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകൂ. ഇപ്പോൾ ഈ മണ്ഡല പുനരേകീകരണം
ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ചൊരു തീരുമാനമാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഗുണം വരും തലമുറയ്ക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഉണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി സത്യം മനസ്സിലാക്കാൻ മാത്രം ശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പറയണമെങ്കിൽ പറയാം, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ലളിതമായ ഭാഷയിൽ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ചു വെച്ചത്. താങ്ക് യു.